മുസിരിസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ കേരളത്തിൽ ഏതു ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു? ഉത്തരം എറണാകുളം, തൃശ്ശൂർ. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. മുസിരിസ് പൈതൃക പദ്ധതിയുടെ സഹായത്തോടെ ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്കായി കയാക്കിംഗ് സെൻറ്റർ ആരംഭിക്കുന്ന സ്ഥലം കൊടുങ്ങല്ലൂർ. കേരളത്തെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിക്കുന്ന കേരള മ്യൂസിയം സ്ഥാപിതമാകുന്ന സ്ഥലം തൃശ്ശൂർ. കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്, ഗേറ്റ് ഓഫ് മുസിരീസ്, തൃശ്ശൂർ. കേരളത്തിലെ ആദ്യ നദീ സാംസ്കാരിക മ്യൂസിയം സ്ഥാപിതമാകുന്നത് നിള പൈതൃക മ്യൂസിയം, പൊന്നാനി. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ശ്വാസകോശം. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ക്വസ്റ്റ്യൻസ്, മന്ത്, ലസികാനാളികൾ, ടൈഫോയിഡ്, കുടൽ, സിലിക്കോസിസ്, ശ്വാസകോശം, ഉമുണ്ടിനീര്, ഉമിനീർ ഗ്രന്ഥി, ട്രക്കോമ, കണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഫി ഏത്? കൺകോശങ്ങൾ. ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശം റോഡ് കോശം. കറുപ്പും വെളുപ്പും തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശം റോഡ് കോശം. റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ. തീവ്രപ്രകാശത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങൾ കോൺ കോശം. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രോഗത്തെയാണ് ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത്? കുഷ്ഠരോഗം. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്മാൾ പോക്സ്, വിഷൂചിക കോളറ, വീൽസ് ഡിസീസ് എലിപ്പനി, ഗ്രിഡ് ഡിസീസ് എയ്ഡ്സ്, എൻഡറിക് ഫീവർ, ടൈഫോയിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. ഏറ്റവും ചെറിയ അന്തസ്രാവി ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരൾ. ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. പുനരുജ്ജീവന ശേഷിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കരൾ.